നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. യമൻ പൗരനെ കൊലപ്പെടുത്തിയതിന് ശിക്ഷ വിധിക്കപ്പെട്ട മലയാളി നഴ്സ് നിമിഷപ്രിയ സമർപ്പിച്ച അപ്പീൽ സനായിലെ കോടതി ഇന്ന് പരിഗണിക്കും. അപ്പീലിലെ വാദം കഴിഞ്ഞയാഴ്ച പൂർത്തിയായിരുന്നു. ഹർജിക്കാരിക്ക് പുതുതായി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതിനുള്ള അവസരമാണ് കോടതി നൽകിയിരിക്കുന്നത്. 2017 യമൻ പൗരനെ പാലക്കാട് സ്വദേശിനിയായ നിമിഷപ്രിയ കൊലപ്പെടുത്തിയെന്നാണ് കേസ്. മനഃപൂർവ്വമായിരുന്നില്ലെന്നും തടവിലാക്കി മർദ്ദിച്ച ഘട്ടത്തിൽ രക്ഷപ്പെടാനാണ് ശ്രമിച്ചതെന്നുമാണ് നിമിഷപ്രിയയുടെ വാദം. വധശിക്ഷ ജീവപര്യന്തമായെങ്കിലും കുറയ്ക്കുമെന്ന പ്രതീക്ഷയിലാണ് ബന്ധുക്കൾ. യമൻ പൗരൻ തലാൽ അബ്ദു മഹ്ദിയെ 2017 കൊലപ്പെടുത്തിയ കേസിലാണ് പാലക്കാട് സ്വദേശിനിയായ നിമിഷപ്രിയയെ സനായിലെ കോടതി നേരത്തെ വധശിക്ഷയ്ക്ക് വിധിച്ചത്. തുടർന്ന് യമനിലെ ഇന്ത്യൻ എംബസിയുടെ സഹായത്തോടെയാണ് അപ്പീൽ കോടതിയെ സമീപിച്ചത്. യമൻ പൗരൻ തന്നെ തടഞ്ഞുവെച്ച് ആക്രമിച്ചെന്നും രക്ഷപ്പെടുന്നതിനിടെയാണ് കൊലപാതകമെന്നുമാണ് വാദം. മാനുഷിക പരിഗണനയും സ്ത്രീയെന്ന പരിഗണനയും നൽകി മരണശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുകയോ വിട്ടയക്കുകയോ വേണമെന്നാണ് ആവശ്യം. അപ്പീൽ കോടതിയിലെ വാദം പൂർത്തിയായിട്ടുണ്ട്. ഹർജിക്കാരുടെ അഭിഭാഷകന് കൂടുതലായി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതിനായാണ് ഇന്ന് അപ്പീൽ വീണ്ടും പരിഗണിക്കുന്നത്. വിചാരണ കോടതി നൽകിയ മരണശിക്ഷ ശരിവെച്ചാൽ യമനിലെ പ്രസിഡന്റ് അധ്യക്ഷനായി സുപ്രീം ജുഡീഷ്യൽ കൗൺസിലിനെ സമീപിക്കാനാണ് തീരുമാനം. എന്നാൽ അപ്പീൽ കോടതിയിലേതടക്കം വിസ്താര നടപടികളിൽ പിഴവുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ കൗൺസിൽ പരിഗണിക്കൂ എന്ന കടമ്പയുമുണ്ട്. ദയാഹർജി സുപ്രീം കൗൺസിൽ പരിഗണിക്കാറില്ല. അതേസമയം നിമിഷയെ മനഃപൂർവ്വം കുറ്റക്കാരിയാക്കാനും ശിക്ഷ വാങ്ങി നൽകുവാനുമാണ് വാദിഭാഗം പരമാവധി ശ്രമിക്കുന്നതെന്ന് ഇന്ത്യയിൽ നിമിഷയുടെ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്ന അഡ്വക്കേറ്റ് ദീപ പറഞ്ഞു. ഇതിനിടെ തലാലിന്റെ ബന്ധുക്കളെ അനുനയിപ്പിക്കാൻ ആക്ഷൻ കൗൺസിലിന്റെ പിന്തുണയോടെ ശ്രമം നടന്നിരുന്നുവെങ്കിലും പ്രാദേശിക വികാരം എതിരായതിനാൽ സാധിച്ചിരുന്നില്ല. ഇന്ത്യൻ അംബാസഡറായി ആർ ചന്ദ്രമൗലി ചുമതലയേറ്റത് കേസിൽ നിമിഷയുടെ ഭാഗം കോടതിയിലെത്തിക്കുന്നതിന് അവസരമൊരുക്കുവാൻ സഹായകരമായിട്ടുണ്ട്. സനയിലുള്ള സാമൂഹിക പ്രവർത്തകനും അഭിഭാഷകനുമായ തമിഴ്നാട് സ്വദേശി സാമുവൽ ജെറോം ഭാസ്കറാണ് നിമിഷയ്ക്ക് വേണ്ടി കോടതി ഇടപെടലുകൾ നടത്തുന്നത്. കുറ്റസമ്മതം നടത്താനുള്ള അവസരം നൽകിയപ്പോൾ യമൻ പൗരൻ തലാൽ അബ്ദു മഹദിയെ കൊലപ്പെടുത്തിയിട്ടില്ല എന്നും മരുന്ന് കുത്തിവെക്കുക മാത്രമാണ് ചെയ്തതെന്നും ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. കൂടെയുണ്ടായിരുന്ന യമൻ സ്വദേശിനിയും നഴ്സുമായ ഹനാനാണ് തന്റെ അനുവാദമില്ലാതെ കൊലപ്പെടുത്തിയതും മൃതദേഹം വെട്ടിമുറിച്ച് ടാങ്കിൽ ഒളിപ്പിച്ചതും. ടെൻഷൻ കുറയാനുള്ള മരുന്ന് കഴിച്ച അർദ്ധബോധാവസ്ഥയിലായതിനാൽ സംഭവിച്ചത് എന്താണെന്ന് അറിഞ്ഞിരുന്നില്ലെന്നും നിമിഷ കോടതിയോട് പറഞ്ഞിട്ടുണ്ട്. മാനുഷിക പരിഗണന വെച്ച് ചെയ്യാത്ത തെറ്റിന് വധശിക്ഷ വിധിക്കില്ലെന്ന പ്രതീക്ഷയിലാണ് നിമിഷയും അമ്മയും മറ്റ് ബന്ധുക്കളും. നിമിഷ പ്രിയയ്ക്കൊപ്പം കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയ ഹനാൻ ജീവപര്യന്തം ശിക്ഷ ലഭിച്ച് ജയിലിലാണ്. 2017 ജൂലൈയിലായിരുന്നു കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.